ഒന്നാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ ആമേൻ 8-ാമത്തെ വാക്യം വരെ. ആമേൻ. 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെ ഒരാളിന് ശക്തിയോടെ ദൈവസന്നിധിയിൽ വായിക്കാമല്ലോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് രാത്രി വായിച്ചു കേട്ടത്. നമുക്കറിയാം, ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ അറിയാം. കർത്താവിൻ്റെ മടങ്ങി വരവ്, 2-ാമത്തെ വരവിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർ ലേഖനം എഴുതുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: കർത്താവായ തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. ആ വാക്യം വായിച്ചപ്പോൾ തന്നെ കാണാൻ കഴിഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, കർത്താവിൻ്റെ ദൂതൻ, കർത്താവ് മാത്രമല്ല ദൂതന്മാരുമായി, പ്രൈസ് ദി ലോർഡ്, അഗ്നിജ്വാലയിൽ എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. കുറച്ചുകൂടെ നമ്മൾ ആ വാക്യത്തിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് ആഴത്തിലേക്ക് ചിന്തിക്കുമ്പോൾ വേറൊരു വേദാംശത്തിലേക്ക് വരാം. മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ആമേൻ 13-ാമത്തെ അധ്യായത്തിൻ്റെ 49-ാമത്തെ വേദാംശത്തിലേക്കൊന്ന് വന്നാട്ടെ. കുറച്ചുകൂടെ നമുക്ക് അതിൽ കുറച്ചുകൂടെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വേദാംശം വായിച്ചാട്ടെ. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ട് കളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. 49-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അങ്ങനെ തന്നെ, സ്തോത്രം, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ മാറ്റമൊന്നുമില്ല. അങ്ങനെ തന്നെ ലോക അവസാനത്തിങ്കൽ സംഭവിക്കും. എങ്ങനെ? ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും. എന്ത് ചെയ്തു? വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. ആമേൻ. ഇതെല്ലാം ചെയ്യുന്നത് ദൂതന്മാരാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദൂതന്മാര് ഒരു ജനത, ഒരു വലിയ സൈന്യം തന്നെ ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. 1-2 പേരല്ല, ഒരു വലിയ സൈന്യ നിര തന്നെ ഇതിനകത്തിറങ്ങി നിപ്പുണ്ട്. നോക്കിക്കേ, അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ അതിനപ്പുറം ഒരു വാക്കില്ല. തന്നെ. ആമേൻ. അങ്ങനെ തന്നെ ലോക അവസാനത്തിങ്കൽ, ഇപ്പോൾ അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ശരിയല്ലേ? ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക. നീതിമാന്മാരുടെ ഇടയിൽ ദുഷ്ടന്മാരുടെ ആധിപത്യങ്ങൾ സംഭവിക്കുന്നു. സഭകളിൽ അടികൾ നടക്കുന്നു. സംഘടനകൾ സ്ഥാപിക്കുന്നു. കസേര വലിക്കുള്ള അടികൾ. ദൈവം എല്ലാത്തിനും ദൂതനിറക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. എവിടെയാണോ വിശുദ്ധിയിൽ ജനം നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, ആ തലങ്ങളിൽ ദൈവപ്രവർത്തിക്ക് വിരോധമായി ചില ദുഷ്ടകളകൾ എണീക്കും. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് നിന്ന് എന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ. നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്തിനാ വേർതിരിക്കുന്നറിയാമോ? കൊണ്ടുവന്ന് അവർക്ക് വലിയ കിരീടം വെച്ചു കൊടുക്കാനല്ല, തീച്ചൂളയിലിട്ട് കളയും. അവിടെ എന്തുണ്ട്? അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. എങ്ങനെ പല്ലുകടി എന്നറിയാമോ? എന്താ പല്ല് കടിക്കുന്നത്? ഈ ചിലർ ചുമ്മാ ഇരുന്ന് കടിക്കാറുണ്ട്, ചിലർ ചുമ്മാ ഇരുന്ന് കടിക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് നിന്നെ കണ്ടപ്പോൾ കടിച്ച് അതല്ല പല്ലുകടി. ആ പല്ലുകടിയല്ല. ഈ പല്ലുകടി എന്ന് പറഞ്ഞാൽ ഈ തീച്ചൂളയ്ക്കകത്തേക്ക് വീഴുമ്പോൾ അവിടെ എന്തുണ്ടെന്നറിയാമോ? എന്തുണ്ട്? ചാകാത്ത പുഴുവും പിന്നെ കെടാത്ത തീയും. ഈ പുഴു മൂക്കിക്കൂടെ കയറി മണ്ടയിൽക്കൂടെ നേരെ വായ്ക്കകത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു പല്ലുകടി ഉണ്ടാവും. ഈ പുഴു കയറി പോകുന്ന പോക്ക. പ്രൈസ് ദി ലോർഡ്.
ഇത് ദൂതന്മാരവിടെ സ്ഥാപിച്ച് നിർത്തിയിരിക്കുക ഈ തീച്ചൂളക്കകത്ത്. ആമേൻ. അവിടെ ഒരു വേർതിരിവ്, അതിന് പ്രത്യേക ദൂതന്മാരുണ്ട് കേട്ടോ, പ്രത്യേക ദൂതന്മാർ. ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നേടില്ലേ, സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്, സൂപ്പർ സ്പെഷ്യാലിറ്റി ശുശ്രൂഷകൾ കേട്ടിട്ടില്ലേ? സൂപ്പർ സ്പെഷ്യാലിറ്റി, ഓ എന്തൊരു സ്പെഷ്യാലിറ്റി കേട്ടിട്ടില്ലേ? ഹലോ, കേട്ടിട്ടുണ്ടോ? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അവിടെ പോയി കഴിഞ്ഞാൽ പ്രാരംഭം മുതലേ ചീട്ട. അത് തന്നെ, പ്രാരംഭം മുതലേ ചീട്ട, അവിടെ പോകത്തുള്ളൂ. എന്താ അത്? സൂപ്പർ സ്പെഷ്യാലിറ്റി. അതിനകത്ത് അതേ തലത്തിൽ നിന്നുകൊണ്ട് ഈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ സ്പെഷ്യാലിറ്റി നടത്തുന്ന സകലത്തിനെയും ഈ ചാകാത്ത പുഴു എന്തെന്നറിയാമോ? മൂക്കിൽ കൂടെ കയറി കണ്ണിൽ കൂടെ കറങ്ങി നേരെ വായ്ക്കകത്തേക്ക്, തൊണ്ടയിൽ കൂടെ കയറി വായ്ക്കകത്തേക്ക് പല്ലിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു പല്ലിടി ഉണ്ടാവും. ആ കടി ഒരു 1.5 കടി വരും. ഇപ്പൊ കടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. അപ്പോഴും ഇതൊന്നുമല്ല കടി. ആ കടി എന്ന് പറഞ്ഞ അപ്പോഴാണ് പറഞ്ഞ, കർത്താവേ, അബ്രഹാമിന്റെ മടിയിരിക്കുന്ന ലാസറിന്റെ വിരൽ മുക്കി അല്പം വെള്ളം എന്റെ നാവിലേക്ക് തൊടുവാൻ നീ ഒന്ന് സമ്മതിച്ചാൽ പറ്റത്തില്ലടോ. ആമേൻ. ഒന്ന് ഇങ്ങോട്ടൊന്ന് അയച്ചാൽ എൻ്റെ സഹോദരൻ, പറ്റത്തില്ലടോ. എൻ്റെ ദാസന്മാർ ഭൂമിക്ക് അവിടെ ഉണ്ട്. നിന്റെ സഹോദരങ്ങൾ താമസിക്കുന്ന അടുത്ത് എൻ്റെ ദാസന്മാരായ എൻ്റെ ദൂതന്മാരെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷകന്മാരായ അഗ്നി ശുശ്രൂഷയെ കൊടുത്ത് ചില ദൂതന്മാരായ ശുശ്രൂഷകന്മാരെ ഞാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇവിടെ ഒന്നും കയറി വരത്തില്ല. അതാണ് പല്ലുകടി. ദയവായി നിങ്ങൾ ആരെയും നോക്കി പല്ല് കടിക്കണ്ട. പറഞ്ഞത് പറഞ്ഞു തീർത്തോ. പ്രൈസ് ദി ലോർഡ്. പല്ല് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പണിയാ. സ്തോത്രം. പോണതൊക്കെ പൊക്കോട്ടെ, എന്തിനാ പല്ല് കടിക്കുന്നത്? പല്ല് നോ. എന്താ പറഞ്ഞത്? അവർ ദുഷ്ടന്മാരെന്ത് ചെയ്യും? പറഞ്ഞേ പല്ല് കടിച്ച് ഉരുകിപ്പോ. കേൾക്കുന്നില്ല. ദുഷ്ടന്മാർ പല്ല് കടിച്ച് ഉരുകിപ്പോകും. അടുത്തെന്താ പറഞ്ഞത്? അവന്റെ ആശ എന്ത് ചെയ്യും? നശിച്ചു പോകും. ആമേൻ. ഈ ശക്തിയുള്ള ദൂതന്മാരുണ്ടല്ലോ. ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരാൻ പോകുക. ഇവിടെ ഒരു ഭാഗം ഞാൻ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ദുഷ്ടത അവസാനിപ്പിക്കുവാൻ യേശു ക്രിസ്തുവിനോടൊപ്പം ദൂതന്മാർ യുദ്ധത്തിൽ പങ്കുചേരും. അങ്ങനെ അവർ മനുഷ്യർക്ക് കഷ്ടതയിൽ നിന്ന് വിടുതൽ നൽകും. എന്ത് നൽകും? ഈ ദൂതന്മാർ യേശുവിനോട് ചേർന്ന് നിൽക്കും. ഇന്ന് രാത്രി കർത്താവ് എന്താ? യേശു എന്താ പറഞ്ഞേ? എന്നിൽ വിശ്വസിക്കുന്നവൻ പറഞ്ഞേ എന്നെക്കാൾ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ പറയാറുണ്ട്, മോനെ കുഞ്ഞിങ്ങി വന്നേടാ, നീ കാട്ടിപ്പോകാറുണ്ടോ? ചുള്ളി ഓടിക്കാറുണ്ടോ? ഇല്ല. കള്ളനെ കണ്ടാൽ പേടിക്കോ? എന്തൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ. കുഞ്ഞുമക്കളെയൊക്കെ ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടു ഇങ്ങനെ കുഞ്ഞുമക്കളെ അവരെ ആഹാരം തീറ്റിക്കാനുള്ള പാടാ. അപ്പം ഞാൻ പറഞ്ഞ കാര്യമുണ്ട്, ഒരിക്കലും അവരെ ഭയം കുത്തി നിറയ്ക്കരുത്. പേടിപ്പിച്ചവരെ ഭക്ഷണം കഴിപ്പിക്കരുത്. ഭയം കുത്തി നിറച്ചു കഴിഞ്ഞാൽ ആ ഭയം അവരുടെ ഇപ്പം തുടങ്ങുന്നത് അറ്റം വരെ ഉണ്ടാകും. ആ ഭയം ലോകഭയമാണ്. ഇത് നിറച്ചു കളയരുത്. സ്തോത്രം. ഈ ദൂതന്മാരങ്ങനെയല്ല. ഇത് കർത്താവിൻ്റെ വരവ് കേട്ടോ. എൻ്റെ യേശു അപ്പച്ചൻ്റെ 2ാമത്തെ വരവിന് പ്രത്യക്ഷമായാണ് ഈ ദൂതന്മാർ ഈ ഭൂമിയിലേക്ക് വരുന്നത്. നോക്കിക്കേ. ആമേൻ. ഈ ലോകത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കർത്താവിൻ്റെ സാക്ഷ്യമാണ്. ഒന്ന് എഴുതിയോ? കർത്താവിൻ്റെ നാൾ, യഹോവയുടെ ദിവസം സംബന്ധിച്ച് അത് അടുത്തിരിക്കുന്നു. ഒന്ന്, കർത്താവിൻ്റെ നാൾ, യഹോവയുടെ ദിവസം സംബന്ധിച്ച് അടുത്തിരിക്കുന്നു. 2, ഇങ്ങനെ പറയുന്നു, അധർമ്മമൂർത്തിയായ എതിർ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കുകയാണ്. അധർമ്മമൂർത്തിയെ സംബന്ധിച്ചുള്ള എതിർ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ്, അല്ലെങ്കിൽ ഈ മടങ്ങിവരവിന് തൊട്ട് മുൻപ്, കർത്താവിൻ്റെ മടങ്ങിവരവിന് തൊട്ട് മുൻപ് ചിലതൊക്കെ ദൈവം ചെയ്യും. 3-ാമത്തെ ഭാഗം,
ആമേൻ ജോലി ചെയ്യാത്ത അലസരായി കഴിയുന്നവരെ ആമേൻ തൂക്കിലേറ്റുക എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ കഴിയാതിരിക്കുന്നവർ. അത് ഇപ്പോഴും അങ്ങനെയല്ലേ, ചിലർ ജോലിക്കൊന്നും പോകാതെ ഇങ്ങനെ മാറിയിരിക്കുന്ന കുറേ പേരുണ്ട്. ഇവിടെ പറയുന്നത് ജോലി ചെയ്യാതെ അലസരായി കഴിയുന്നവർ എന്ത് ചെയ്യുന്നു? തൂക്കിലേറ്റുക. പ്രൈസ് ദി ലോർഡ്. ഇതാരാ പറയുന്നറിയാമോ? ദൂതന്മാരോട് യേശു കർത്താവ് പറയുന്ന ദൂത കേട്ടോ. 4 നോക്കിക്കേ, സഭയെ ഒന്നിച്ചു കൂട്ടി വിശ്വാസത്തിൽ ഉറപ്പിക്കുക. ഈ വരവിന് ഉദ്ദേശം എന്താണ്? സഭയെ ഒന്നിച്ചു കൂട്ടി വിശ്വാസത്തിൽ ഉറപ്പിക്കുക. ഇന്ന് സഭ വിശ്വാസത്തിൽ നഷ്ടപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. സഭ ഇന്നെല്ലാം അത്ഭുതങ്ങളിലേക്ക് പോയി തുടങ്ങി. ഒരു ശുശ്രൂഷ വിളിച്ച് ആദ്യം ചോദിക്കും, ദൂതുണ്ടോ? എന്താ ദൂത്? പ്രവചനമുണ്ടോ? അരുളപ്പാടൊക്കെ ഉണ്ടോ? ഭൂതങ്ങളൊക്കെ ഇറങ്ങി ഓടോ? പ്രൈസ് ദി ലോർഡ്. 5, അതാണ് വിശ്വാസം പോയത്. എന്താ പറഞ്ഞത്? വിശ്വാസം നഷ്ടപ്പെട്ടു സഭയ്ക്ക്. 5, യേശുവിന്റെ മടങ്ങി വരവിനായി സഭ ഒരുങ്ങുക. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മടങ്ങി വരവിനായി സഭ എന്ത് ചെയ്യണം? ഒരുങ്ങണം. ഈ 5 കാര്യമാണ് ഈ തെസ്സലോനിക്കൽ ലേഖനത്തിനകത്ത് യേശുവിന്റെ മടങ്ങി വരവിനെ പറ്റിയും യേശുവിന്റെ വാണിങ്ങും യേശുവിന്റെ സ്തോത്രം ചില കൽപ്പനകളും യേശുവിന്റെ ചില വാക്കുകളും ദൂതന്മാരോട് ഏൽപ്പിക്കുകയാണ്. ശ്രദ്ധിക്കൂ, തീർന്നില്ല കേട്ടോ. അടുത്ത് ഒന്നാമത്തെ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ സ്തോത്രം, അടുത്തൊരു ഭാഗം ഇതിലേക്ക് വരുമ്പോൾ ശിക്ഷാവിധിയാണ്. എന്താണ് ശിക്ഷാവിധി? 1-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസിന്റെ പ്രാർത്ഥന. ഏത് സഭയ്ക്ക് വേണ്ടി? തെസ്സലോനിക്കൽ സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസിന്റെ പ്രാർത്ഥന. കാരണം സകല സഭകളും വിശ്വാസ കോളത്തിനകത്തു നിന്നും മാറിക്കൊണ്ടിരിക്കുക. 2-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ പറയുന്നത് ഇങ്ങനെയാണ്: അധർമ്മമൂർത്തി. എന്താണ് അധർമ്മമൂർത്തിയുടെ പ്രവർത്തനവും അവന്റെ അന്ത്യവും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവൻ പ്രവർത്തിക്കും. ഇവൻ വളരെ ശക്തമായി വെളിപ്പെടും. ഇവൻ വെളിപ്പെടുമ്പോൾ ആരാധനകൾ തകരും. ആരാധനകൾ തകരുമ്പോൾ വിശ്വാസ മണ്ഡലങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. 2-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം മുതൽ 17-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ തേജസ് പ്രാപിക്കുന്നവരായി ചില വ്യക്തികൾ ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്താ അവിടെ ചെയ്യാൻ പോകുന്ന അറിയാമോ? പ്രൈസ് ദി ലോർഡ്. 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 17 വരെ യേശുക്രിസ്തുവിന്റെ തേജസ് പ്രാപിപ്പാൻ സഭ ഉണരാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 5-ാമത്തെ വാക്യം വരെ കഷ്ടതയിൽ പ്രാർത്ഥനയോടെ വിശ്വാസികൾ വിശ്വാസം വിട്ട് അകന്നു പോകുന്നവരെ കഷ്ടതയിൽ പ്രാർത്ഥിച്ച് നേടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കഷ്ടത എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് നേടണം. 5-ാമത്തെ പോയിന്റ് 3-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ 15-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ഒരു മുന്നറിയിപ്പ്. പ്രൈസ് ദി ലോർഡ്. മുന്നറിയിപ്പ്. പ്രൈസ് ദി ലോർഡ്. ആർക്കാ മുന്നറിയിപ്പ്? അലസതയോടെ നടക്കുന്നവർക്ക് വേണ്ടിയുള്ള മുന്നറിയിപ്പ്. 3-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ സ്തോത്രം 1 പൗലോസ് സഭയ്ക്ക് കൊടുക്കുന്ന ആശീർവാദവും അനുഗ്രഹവും സഭയെ പറ്റിയുള്ള തന്റെ ഉദ്ദേശവും സാധിക്കപ്പെടത്തക്ക തരത്തിൽ ഒരു ദൂതൻ ഇറങ്ങി നിൽക്കുന്നതായി പൗലോസ് അവിടെ പറയുകയാണ്. ദൈവമേ, ഇന്ന് രാത്രി ശക്തിയുള്ള ദൂതന്മാരാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത്. അത് ഏത് ദൂതനും തിരിച്ചറിയണം. ഇന്ന് രാത്രി ഏത് ദൂതനാണ് നമ്മളിവിടെ പ്രത്യക്ഷമായി നിൽക്കുന്നത്? നോക്കി, ഇവിടെ വായിക്കുന്നത് തെസ്സലോനിക്കൽ ലേഖനം
2 തെസ്സലോനിക്കർ 1-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെയാണ് നമ്മൾ വായിച്ച കുറിവാക്യം. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി. അപ്പോൾ ശക്തിയുള്ള ദൂതന്മാരെന്ന് പറയുമ്പോൾ ശക്തി കുറഞ്ഞവരുമുണ്ട്. ശക്തിയുള്ള ദൂതന്മാർ ഒറ്റ കാര്യം പറയാം, ആ ദൂതന്റെ പേരാണ് മീഖായേൽ. ഈ മീഖായേലാണ് സകല ദൂതന്മാരെയും ഇൻചാർജ്. ഇദ്ദേഹമാണ്. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹമാണ് ഏറ്റവും ശക്തിയുള്ള ദൂതൻ. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും അതുപോലെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇദ്ദേഹം ചെയ്യിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഇദ്ദേഹത്തിന് യുദ്ധം ചെയ്യാൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഒറ്റ രാത്രി കൊണ്ട്, ആമേൻ, ഒറ്റ രാത്രി കൊണ്ട് 1,85,000 പേരെ വെട്ടി വീഴ്ത്താൻ ഒറ്റ ദൂതൻ തീർന്നില്ല. ഒറ്റ ദിവസം കൊണ്ട്, ആമേൻ, 3 ദിവസം കൊണ്ട്, 3 രാത്രി കൊണ്ട് 7,000 പേരെ, ആമേൻ, രാത്രി കൊണ്ടല്ല 3 ദിവസം കൊണ്ടും വെട്ടിയിടാൻ അടുത്തൊരു ദൂതനെ, ആമേൻ, അവിടെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഈ മീഖായേൽ എന്ന ദൂതൻ അവനെ അവിടെ സ്ഥാപിച്ചു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ, ആമേൻ, ജോലി കൂടിയ അല്ലെങ്കിൽ ഏരിയ കൂടുതലുള്ള ജോലി കൂടിയതിനൊക്കെ മീഖായേൽ പോവും, മറ്റതിന് ഗബ്രിയേൽ പോവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 2 ദൂതന്മാർ ഇവിടെ പ്രത്യക്ഷമായി നിൽക്കുക. ഇന്ന് രാത്രി നീ എന്ത് വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആ വിഷയത്തിന്റെ കട്ടി അനുസരിച്ചായിരിക്കും ദൂതൻ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വിഷയത്തിന്റെ കട്ടി അനുസരിച്ച് എത്രത്തോളമാണോ വിഷയത്തിന്റെ ആഴമെന്ന് മനസ്സിലാക്കി ദൂതൻ ഇന്ന് രാത്രി അവിടെ ഇറങ്ങാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ദൈവമൈതലേ, ഈ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരപ്പെടുമ്പോൾ 1-ാമത്തെ കാര്യം ഇതാണ്, ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഈ ദൂതൻ മോശയുടെ മുൾപ്പടർപ്പിലും എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. പഴയ നിയമത്തിൽ. ഹല്ലേലൂയ. മോശ മുൾപ്പടർപ്പിൽ നിന്നപ്പോൾ മുള്ളു വെന്തു പോയില്ല, പക്ഷെ ദൂതൻ ഇറങ്ങി നിന്നു. പ്രൈസ് ദി ലോർഡ്. മോശേ മോശേ മോശേ. അടുത്തെന്താ പറഞ്ഞത്? നീ ചായ കുടിച്ചോന്നോ, നീ ഇത്ര ആടിനെ വിട്ടു വരാൻ വേണ്ടിയൊന്നും അല്ല അവിടെ പറഞ്ഞത്. മോശേ, നീ നിൽക്കുന്ന സ്ഥലം പറഞ്ഞ് വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിനെ അഴിച്ചു കളക. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അവിടെ ദൂതൻ അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായപ്പോൾ ആമേൻ, മോശ പേടിച്ചു പോയി. ദൈവമൈതലേ, ഇന്ന് രാത്രി നീണ്ട 40 വർഷത്തിന് ശേഷം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ അതേ ദൂതൻ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തെസ്സലോനിക്കർ ലേഖനത്തിൽ വിളിച്ചു പറയുന്നു, അതേ ദൂതൻ ഇവിടെ പ്രത്യക്ഷനായിരിക്കുക. ആമേൻ. അപ്പോൾ അവിടെ ഇറങ്ങിയ ദൂതൻ ആരെന്നറിയാമോ? ഈ ദൂതൻ തന്നെ. അവിടെ ഇറങ്ങിയ വ്യക്തികൾ ആരെന്നറിയാമോ? ഇത് തന്നെ. ഒന്നും സംശയിക്കേണ്ട. ഈ ദൂതൻ തന്നെ അവിടെ ഇറങ്ങിയത്. ഈ ദൂതൻ തന്നെ ചെങ്കടലിനെ വിഭാഗിപ്പാൻ അവിടെ ഇറങ്ങിച്ചെന്നത്. ഈ ദൂതൻ തന്നെ. ആമേൻ, സ്തോത്രം. പത്രോസിന്റെ വിലാപ്രോ തട്ടിയത് ഈ ദൂതൻ തന്നെ. ഞാൻ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല എന്ന് പറഞ്ഞ് മരിക്കാൻ കിടന്ന ആകാശത്ത് തീയിറക്കിയ ഏലിയാവിന്റെ നടുവിലും ചെന്നത് ഈ ദൂതൻ തന്നെ. തീർന്നില്ല. ഇതേ ദൂതൻ തന്നെ കർമ്മേലിന്റെ കൊടുമുടിയിലും ചെന്നത്. ഇതേ ദൂതൻ തന്നെ. ആമേൻ, സ്തോത്രം. കർമ്മേലിന്റെ കൊടുമുടിയിൽ ചെന്നിട്ട് 40 ആമേൻ, സ്തോത്രം, 400 480 880 വാൾപ്രവാചകന്മാരെയും അശേര്യ പ്രവാചകന്മാരെയും വെട്ടിവീഴ്ത്താൻ ഏലിയാവിന് ശക്തി കൊടുത്തത് ഈ പ്രവാചകൻ, ആമേൻ, ഈ ദൂതന്മാർ തന്നെ. എന്നാൽ മോറിയ മലയിൽ കൊണ്ടുചെന്ന് ആമേൻ ഇസ്ഹാക്കിന്റെ കഴുത്തിനെ അറക്കാൻ ചെന്നപ്പോഴും ഈ ദൂതൻ തന്നെ ആ യാഗപീഠത്തിന്റെ ആമേൻ മധ്യ ഇറങ്ങി നിന്നത്. സ്തോത്രം. ആമേൻ. പാരപ്പെടേണ്ട കേട്ടോ, ഇതേ സെയിം ദൂതൻ തന്നെ. ആമേൻ. നമുക്കൊരു ചിന്തയുണ്ടാകും, അയ്യോ ഈ ദൂതൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ലല്ലോ എന്ന്. അല്ല, ഈ സെയിം ദൂതൻ തന്നെ അവിടെ ഇറങ്ങി നിന്ന്. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, ഈ ദൂതന് പ്രത്യേകത ഉണ്ട് കേട്ടോ. നോക്കിക്കേ, അതിൻ്റെ ആമേൻ, സ്തോത്രം, 7-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവത്തെ അറിയാത്തവർക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ അറിയാത്തവർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും, പ്രൈസ് ദി ലോർഡ്, പ്രതികാരം കൊടുക്കുമ്പോൾ ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ആമേൻ. സുവിശേഷത്തെ അനുസരിക്കാതെ നടക്കുന്ന,
അല്ലെങ്കിൽ സത്യവേദ പുസ്തകത്തിലെ മാർമിക സത്യങ്ങളെ മനസ്സിലാക്കാതെ നടക്കുന്ന ഒത്തിരി പേർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കേവലം എന്തെങ്കിലും കാര്യസത്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് കാര്യസത്യം കഴിയുമ്പോൾ ദൈവത്തെ കൈവിട്ട് കളയുന്ന ഒരു തലമുറ നമ്മുടെ ഇടയിലുണ്ട്. ആ തലമുറയെ നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് തുടച്ചു കളയാനാണ് മത്തായി സുവിശേഷത്തിൽ വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ ഛേദിച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. വിട്ടുപോകരുത്. നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ ഛേദിച്ചു കളയും. എങ്ങനെ ഛേദിച്ചു കളയും? ഏതാ ദുഷ്ടന്മാർ? വചനം അറിഞ്ഞിട്ടും വചനം പഠിച്ചിട്ടും വചനത്തിനകത്ത് നിന്നിട്ടും വചനത്തിന് വിരുദ്ധമായി മുൻപിലോട്ട് പോകുന്നവരെയാണ് പറഞ്ഞത്. ഇവരാരെന്നറിയാമോ? ഇവർ കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇവരാരാ? ഇവർ കർത്താവായ യേശു ക്രിസ്തുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരാണ്. ആമേൻ, ഹല്ലേലൂയ. ഇവർ പലപ്പോഴുമായിട്ട് ഇവരുടെ കാര്യാദികൾക്ക് വേണ്ടി മാത്രം യേശുവിനെ മുറുകെ പിടിക്കും. കാര്യം കഴിയുമ്പോൾ യേശുവിനെ വേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയല്ലേ ഇന്ന് ക്രിസ്തീയ ജീവിതം? അങ്ങനെയല്ലേ ക്രിസ്തീയ ജീവിതം? അത് തീർച്ചയായും ദൈവം ഒന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ ആമേൻ ദൈവത്തെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇപ്പൊ കിട്ടണം, ഇപ്പൊ പറഞ്ഞാൽ ഇപ്പൊ തരണം. അതാണ് നമ്മളുടെ റേറ്റിംഗ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ തരണം. തന്നില്ലെങ്കിൽ ഇനി ഈ ദൈവത്തെ വേണ്ട. ഈ ദൈവത്തിന് ജീവനില്ല, ഇത് പൊട്ടനാ, ഇത് കണ്ണൊന്നും കണ്ടുകൂടാ, വയസ്സായി എന്നൊക്കെ പറയും. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം പറയാം. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെറും 3.5 വർഷം മാത്രമാണ് യേശുപ്പച്ചൻ ശുശ്രൂഷ. വെറും 3.5 വർഷം. ഈ 3.5 വർഷം കൊണ്ട് കർത്താവ് ചെയ്ത ശുശ്രൂഷ ഒന്ന് നോക്കിയേ. ആമേൻ, സ്തോത്രം. സ്വന്തം ജീവനെ മറുവിലയായി കൊടുത്തില്ലേ? സകലത്തിൻ്റെ മേലും പോഷ്കു പറയാതെ ഉള്ളതുപോലെ പറഞ്ഞ് കർത്താവ് ചില കാര്യങ്ങൾക്ക് വേണ്ടി മുൻപിലോട്ട് ജനത്തെ നയിച്ചില്ലേ? ഇന്ന് രാത്രി ദൈവ പൈതലേ, മത്തായി സുവിശേഷത്തിലേക്ക് വരപ്പെടുമ്പോൾ ആമേൻ 13-ാമത്തെ അധ്യായത്തിൻ്റെ 49-ാമത്തെ വാക്യം അവിടെ വ്യക്തമായി പറയുന്നു, അങ്ങനെ തന്നെ. ഇന്ന് രാത്രി അങ്ങനെ തന്നെ ഈ ദൂതൻ മനുഷ്യനെ സഹായിക്കും. അങ്ങനെ തന്നെ. ഒരു വാക്യം കൂടെ നമുക്ക് ഇന്ന് രാത്രി വായിക്കാമോ? അവൻ ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം അതിന് 35-ാമത്തെ വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 35-ാമത്തെ വേദാംശം ഒന്ന് വായിച്ചാട്ടെ. അവൻ മനശ്ശെയിൽ എങ്ങാനും ദൂതന്മാരെ അയച്ചു, അവരെയും തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. ആശേരിന്റെയും ശെബൂരിന്റെയും നഫ്താലിയുടെയും അടുക്കലും ദൂതന്മാരെ അയച്ചു. അവരും പുറപ്പെട്ടു വന്ന് അവരോട് ചേർന്നു. എല്ലായിടത്തും ദൂതന്മാരെ അയക്കുക. ദൂതനില്ലാതെ ഒരു പണിയുമില്ല. എല്ലായിടത്തും ദൂതനെ അയക്കുക. എൻ്റെ ജനം എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ദൂതനെ അയക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഇങ്ങനെ പറയാനിടയുണ്ടായി, കർത്താവിൻ്റെ ആവശ്യത്തിന് ഇത്രയും ഉണ്ടോ ദൂതന്മാരുടെ സബ്ജക്റ്റ്? ഇത്രയും ഉണ്ടോ? ഞാൻ പറഞ്ഞു, പൊന്ന് ദൈവദാസനെ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഈ വർഷം ഇപ്പോൾ അടുത്ത വർഷം തീരുന്ന പരിപാടിയൊന്നുമില്ല. ആമേൻ. കേവലം 1-2 ദൂതനല്ലേ അറിയാവൂ. ആമേൻ. ദൂതൻ പല വെറൈറ്റിയിലുണ്ട് കേട്ടോ. നിങ്ങളുടെ സഭയ്ക്കകത്തും ദൂതന്മാരുണ്ട്. ഉണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് വാല് പൊക്കി എണീക്കണമെങ്കിൽ ശ്രദ്ധിക്കണം, ഇത് ഏത് ദൂതനെന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് തന്നിഷ്ടക്കാരൻ ദാഷ്ട്യക്കാരന്മാരായ ദൂതന്മാരുണ്ട്. ആർക്കും അനുസരിക്കാത്ത ദൂതന്മാരുണ്ട്. ഇത് ഏത് ദൂതന്മാർ? ഇത് അറിയണമെങ്കിൽ വേദപുസ്തകത്തിന്റെ അകത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് പടവെട്ടി താഴേക്കിട്ട ദൂതന്മാർ. പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്ന് പടവെട്ടിയിട്ടതാ? ആമേൻ. മഹാസർപ്പത്തെ വെട്ടി താഴെയിട്ടില്ലേ? 1-2 വെട്ടല്ല വെട്ടിയത്. ആ വെട്ടി അവിടെ നിന്ന് നേരെ താഴേക്കിട്ടു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കിക്കേ, അതാണ് ദൂതൻ. ആമേൻ. ആ ദൂത സൈന്യത്തിന്റെ ആജ്ഞ നൽകിയത് ആരെന്നറിയാമോ? മീഖായേല. ഈ ദൂത സൈന്യത്തിന് ആജ്ഞ നൽകിയത് മീഖായേല. അടുത്ത് പറയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൂതന്മാരും ആ ഭീകര സർപ്പമായ സാത്താനോട് പടവെട്ടി. അവന്റെ പേരെന്താണ്? ഭീകര സർപ്പം. ഈ സാത്താനോട് പടവെട്ടിയതാരാ? മീഖായേലും അവന്റെ ദൂതന്മാരും. മറന്നു പോകരുത്. ആമേൻ. അവിടെ നിന്ന് വെട്ടി താഴെയിട്ടു.
പ്രൈസ് ദി ലോർഡ്. ഈ താഴെയിട്ടത് പലതെന്ന് സഭയ്ക്കകത്തിരിക്കുക. ആമേൻ. നമ്മുടെ ദേശത്തിലുണ്ട്, കുടുംബത്തിനകത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ആമേൻ. അവർ നമ്മുടെ കൂടെ തിരുമേശ എടുക്കുന്നുണ്ട്. അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലും ഒന്ന് ബ്രേക്ക് ആകുമ്പോൾ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണം. ദൂതന്മാരെ തിരിച്ചറിയണം. ആമേൻ. ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന ദൂതൻ ആരാ? ആമേൻ. അനുസരണത്തിന്റെ ദൂതനാണെങ്കിൽ ഒന്നും പേടിക്കണ്ട, ഈ ദൂതൻ മീഖായേൽ തന്നെയാണ്. അനുസരണക്കേട് നടക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക, ഇത് മറ്റാരുമല്ല, അവിടെ നിന്ന് പടവെട്ടിയിട്ട അതിൻ്റെ ശിങ്കടികളായിരിക്കുന്ന സാത്താന്റെ ദൂതന്മാർ. അവരെ കുറിച്ച് വേദോസ്തം എന്താ പറയുന്നത്? ഇവരാരാ? പോഷ്കും പിന്നാരാ? പോഷ്കിന്റെ അപ്പന്മാരുമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരെ അവിടെ നിന്ന് വെട്ടി താഴെ ഇടുമ്പോൾ ഇവിടെ ഒന്നുമില്ലാതെ ഒന്നുമല്ല അവർ ഇറങ്ങി വന്നത്. എല്ലാം ഉള്ളതായി തന്നെയാണ് ദൂതന്മാർ വന്നത്. പക്ഷെ എല്ലാവരെ കണ്ട ഒരുപോലെ ഇരിക്കും. എങ്ങനെ ഇരിക്കും? ഒരുപോലെ. പ്രൈസ് ദി ലോർഡ്. പോലീസിനെയും കള്ളനെയും കണ്ട ഒരുപോലെ ഇരിക്കില്ലേ? ഉറപ്പായിട്ടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഒരുപോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ശ്രദ്ധിക്കണമേ, കള്ളനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതും പോലീസ് തന്നെ, പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നതും പോലീസ് തന്നെ. സ്തോത്രം. അല്ലാതെ പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ വേറെ ആരും വരത്തില്ല. കള്ളനെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസാണെങ്കിൽ പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നതും പോലീസ് തന്നെ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നമ്മളെ നടത്തുന്ന ദൂതൻ ആരാണ്? പ്രൈസ് ദി ലോർഡ്. നമ്മെ നയിക്കുന്ന ദൂതൻ ആരാണ്? നമ്മുടെ വീട്ടിനകത്ത് ഹാജരായിരിക്കുന്ന ദൂതൻ ആരാ? ഈ ദൂതന്റെ പ്രവൃത്തി എന്താണ്? ഈ ദൂതൻ എവിടെയാ ആദ്യമായിരിക്കുന്നത്? ഈ ദൂതന്റെ ഡ്യൂട്ടി എന്താണ്? ഇദ്ദേഹം എന്താ ചെയ്യുന്നത്? 10-ാമത്തെ വാക്യം വായിക്കാം. 2 തെസ്സലോനിക്കരുടെ പുസ്തകം 10-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 2 തെസ്സലോനി 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഈ ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്താ? വായിച്ചേ. വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ, 1:10 സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. ആമേൻ. ആ പേപ്പർ കീറാതെ ഒരു അണ്ടർലൈൻ ചെയ്തോ. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സാന്നിധ്യവും അവന്റെ വല്ലഭത്വത്തോട് കൂടിയ ആ മഹത്വവും വിട്ട് കടന്ന നിത്യനാശത്തിലേക്ക്, ആമേൻ, നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. എന്താ അവരെ ചെയ്യാത്തത്? സത്യമായ സുവിശേഷത്തെ മാറ്റിക്കളയും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാവിലത്തെ മെസ്സേജ് കേട്ട് എത്ര പേരുണ്ട്? ഇന്ന് രാവിലെ നിങ്ങളുടെ മൊബൈലിൽ വന്ന മെസ്സേജ് കേട്ട് എത്ര പേരുണ്ട്? ഉണ്ടോ? ആരെങ്കിലും കേട്ടവരുണ്ടോ? എന്തിനാ വാസ്തു? ഇതിനേക്കാളും വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇന്ന് രാവിലത്തെ മെസ്സേജ് കേൾക്കണമെന്തിനാ? സ്തോത്രം. ആമേൻ. എൻ്റെ പൊന്നു ദൈവപൈതലേ, നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ചെറിയൊരു ക്ലിപ്പ് വരുന്നൊരു കാര്യമുണ്ടല്ലോ. ആമേൻ. സ്തോത്രം. നിങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ അതിന് മുമ്പ് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാപിച്ചെടുക്കുന്നത് രാവിലെ നിങ്ങൾക്ക് തരുന്നില്ലേ? അതിൻ്റെ പ്രതിഫലം നിങ്ങൾ ക്ലിപ്പ് ചെയ്തങ്ങ് പോകുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ആമേൻ. സ്തോത്രം. നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ 10 വാഴ്ത്തത്വങ്ങൾ അവിടെ കുറയുകയാണ്. ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സുവിശേഷത്തെ അതിൻ്റെതായ തനിമയോട് കാണാൻ കഴിയാതിരിക്കുന്ന ഒരു ജനത, ഇവരെ തളയ്ക്കാൻ ആ കർത്താവിന്റെ ദൂതന്മാരുമായിട്ടുള്ള മടങ്ങിവരവ്. ഈ മടങ്ങി വരുമ്പോൾ ഒറ്റയ്ക്കല്ല വരുന്നേ. മീഖായേലും അവന്റെ കൂടെയുള്ള കോടാനുകോടി ദൂതന്മാരും ഒലിവുമല 2 പിളരും. സാത്താനെയും അവന്റെ കൂട്ടരെയും 1000 ആണ്ടേക്ക് ചങ്ങലക്കിടും. ദൈവത്തിന്റെ വാഴ്ത്തത്വമാണ്. ദൈവം അത് ചെയ്യും.
പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്നവനാണ്. അധികാര സ്ഥാനത്തിരിക്കാൻ യോഗ്യനില്ലാത്തവനെ അധികാര സ്ഥാനത്ത് നിന്ന് തുടച്ചു മാറ്റും. തുടച്ചു മാറ്റിയിട്ട് അടുത്തൊരുത്തിനെ സ്ഥാനമേൽപ്പിക്കും. സ്ഥാനക്കയറ്റത്തിന് വേണ്ടി കൊതിക്കണ്ട. സ്ഥാനത്തിന് വേണ്ടി സ്ഥാനാധിപതിയായ ദൈവം ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ സകലത്തെയും സ്വീകരിപ്പാൻ നിൽക്കുന്നത് അവൻ എങ്ങനെയാ നിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഈ ഭാരതം ഭരിക്കുന്ന, ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെ മോദിജി നമ്മുടെ തിരുവനന്തപുരം സന്ദർശിക്കാൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന റോഡുകളിൻ്റെ സൈഡിൽ കിടക്കുന്ന നാളുകളായി പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന വേസ്റ്റ് വാഹനങ്ങളെല്ലാം മാറ്റും. അദ്ദേഹം ഏത് എയർപോർട്ടിലാണോ വന്നിറങ്ങുന്നത് ആ എയർപോർട്ടിൽ നിന്ന് അടുത്ത അദ്ദേഹം എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് അവിടെ വരെയുള്ള സകല വാഹനങ്ങളെയും നീക്കും. റോഡിൽ ഉള്ള ഹമ്പുകളെ കംപ്ലീറ്റ് പൊളിച്ചു നീക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. റോഡ് മുഴുവൻ കഴുകും. ആമേൻ. അദ്ദേഹം വരുന്ന റൂട്ട് മൊത്തം ആൾക്കാര് തട്ടവും താലപ്പൊലിയുമായി എതിരേൽക്കും. ഹല്ലേലൂയ. സകല വാഹനങ്ങളും റൂട്ട് തിരിച്ചുവിടും. എന്താ വരുന്നത്? ആരാ വരുന്നത്? ഈ ഒരു ഇന്ത്യ ഭരിക്കുന്ന ഒരു ഭരണാധികാരി വരുമ്പോൾ ഇത്രയും സന്നാഹമാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച എനിക്കും നിങ്ങൾക്കും വേണ്ടിയല്ല, കോടാനുകോടി ജനത്തിനു വേണ്ടി ജീവനെ മറുവലയായി കൊടുത്ത് ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ സ്വർഗത്തിലെ ദൈവം ദൂതന്മാരുമായി ഭൂമിയിലേക്ക് വരുമ്പോൾ അവിടെ സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഒന്നോ രണ്ടോ അല്ല. പലരും ഇവിടെ കറങ്ങി നടക്കുമ്പോൾ വരേണ്ടവൻ വരും. അവന്റെ പ്രത്യക്ഷതയിൽ സംഭവിക്കേണ്ടത് സംഭവിക്കും. അന്ന് ആഗോളം വ്യാപകമായി പലതും സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് വരും. അപ്പോഴും ചോദിക്കും, അച്ഛാ നിങ്ങൾ പോയില്ലായിരുന്നു? കർത്താവ് വന്നല്ലോ. പോയില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ പോയില്ലായിരുന്നു? പോയില്ലെന്നേ ഉള്ളൂ. അദ്ദേഹം ഇന്നലെ വന്നിട്ട് പോയതാ. അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഉള്ളവരെ പിടിച്ച് തീച്ചൂളയിൽ അടയ്ക്കാൻ ശക്തിയുള്ള ദൂതന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഭയത്തോടെ കഴിക്കണം ദിവസങ്ങൾ. ഭയത്തോടെ ലഭിക്കുന്ന സമയം. ഇനി എത്ര വർഷം കണക്കൂട്ടിയിട്ടുണ്ടോ? ഇനി എത്ര വർഷം? കഴിഞ്ഞ ദിവസം ഒരു അമ്മ പറയുകയായിരുന്നു, പൊന്നഭിഷത്തിനെ ഇനിയുള്ള നാളുകൾ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ പടവെട്ടും. എണീറ്റിരിക്കാൻ പോലും വയ്യ. വയസ്സ് 85. അപ്പോൾ ഈ 85 വയസ്സ് വരെയും ഓടി, നല്ല ഓട്ടം ഓടി, 150-200 മൈലേജിൽ ഓടി. ഇപ്പം മൈലേജ് ഒന്നുമില്ല. മുട്ടൊക്കെ തേഞ്ഞ് അങ്ങ് കുത്തിയിരിക്കുക, വടിയും പിടിച്ചിരിക്കുക. ഇനി ഞാൻ കർത്താവിന് വേണ്ടി പോരാടും. പിന്നെ ഇതെല്ലാം ഇങ്ങനെ വരും. അവിടെ എല്ലാം കർത്താവ്. ഇനി എന്തിനാപ്പാ? ആമേൻ. ദൈവത്തിന് കൊടുക്കേണ്ട സമയം ദൈവത്തിന് കൊടുക്ക്. വരുമ്പോ തള്ളപ്പെടരുത്. സ്തോത്രം. കർത്താവിന് കൊടുക്കേണ്ട സമയം കർത്താവിന് കൊടുക്കാൻ ഇന്ന് രാത്രി ഞാനും നിങ്ങളും തയ്യാറാകുമ്പോൾ അതിനകത്തൊരു പ്രസൻസ് വെളിപ്പെടും. അത് ദൂതന്മാരുടെ അധികാരം സ്ഥാപിച്ച ഒരുത്തനുണ്ട്, മീഖായേൽ. അവന്റെ കൂടെ വരുന്ന ദൂതന്മാരുടെ പേരുകൾ ആകാലവൃത്തം പേരുകളും സ്തോത്രം വർണ്ണിപ്പാൻ നാവ് പോരാത്ത വാക്കുകളാൽ സ്തോത്രം നിറയപ്പെട്ടിരിക്കുന്ന ദൂതന്മാരുടെ ഒരു സേനയുമായി രാജാതി രാജാവും കർത്താതി കർത്താവും ദേവാതി ദേവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നീ പോലും അറിയാതെ കണ്ണിമയ്ക്ക് സകലതും ഇവിടെ നിന്ന് പ്രത്യക്ഷത്തിൽ ഇവിടെ നിന്ന് മാറ്റപ്പെടും. സ്തോത്രം. ഒരു ആക്സിഡന്റ് സംഭവിച്ചതുകൊണ്ട് ആരും വണ്ടി ഓട്ടിക്കുന്നില്ലേ? കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, അയ്യോ സാറേ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. കാലിലെ ചെറിയൊരു നഖം വിരലുണ്ടല്ലോ, വിരൽ ചെറിയ കുഞ്ഞു വിരൽ, ആ നഖം പ്രത്യക്ഷത്തിൽ ഇളകിപ്പോയി. അതുകൊണ്ട് അന്നേ ഞാൻ വണ്ടി അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുക, ഇനി ഓട്ടിക്കത്തില്ല. ആമേൻ. നമ്മൾ വണ്ടി ഓട്ടിച്ചാലും ഓട്ടിച്ചില്ലെങ്കിലും
ലൈസൻസ് എടുത്താലും എടുത്തില്ലെങ്കിലും, വണ്ടി റോട്ടിൽ ഇറക്കിയാലും ഇറക്കിയില്ലെങ്കിലും ആ പ്രാണകാന്തന്റെ സമയത്ത് എടുക്കപ്പെടും. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന്റെ വേലയിൽ നിൽക്കുന്ന ദൈവസഭ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ വേർതിരിവൊന്നോടെ വരുന്നില്ല. കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന IPC-ക്കാർ മാത്രം വന്നാട്ടെ, ഷാരോൻകാർ മാത്രം വന്നാട്ടെ, സ്തോത്രം, നൂയിന്റെക്കാർ മാത്രം വന്നാട്ടെ, ഏജിക്കാർ മാത്രം വന്നാട്ടെ, സിയോൻ ഫുൾ ഗോസ്പൽ മാത്രം വന്നാട്ടെ. അവിടെ അതല്ല വിളി. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. എൻ്റെ കാര്യാദികൾ ഭംഗിയായി ഏൽപ്പിച്ച ചെയ്യാനുള്ളത് കരുത്തുറ്റതിനെ എടുക്കാൻ ദൈവം ഇന്ന് രാത്രി വന്നാൽ പോകുമോ? അത് മാത്രം പറയരുത്. വേറെ എന്ത് വേണോ പറഞ്ഞോ. എനിക്ക് സമയമായില്ല, എനിക്കറിയാം സമയമായില്ലെന്നേ. സമയമായി വരുന്നുണ്ട്. പ്രാണകാന്തന്റെ കാലച്ച കേൾക്കേണ്ട സമയമായി. അന്തരീക്ഷം വിളിച്ചു പറയുന്നു, സൂര്യചന്ദ്രാദികൾ വിളിച്ചു പറയുന്നു, നക്ഷത്രങ്ങൾ വിളിച്ചു പറയുന്നു, കാറ്റ് വിളിച്ചു പറയുന്നു, മഴ വരുമ്പോൾ വിളിച്ചു പറയുന്നു, മണ്ണിടിച്ചിൽ വരുമ്പോൾ വിളിച്ചു പറയുന്നു, വൃക്ഷങ്ങൾ വിളിച്ചു പറയുന്നു, കാട്ടുമൃഗങ്ങൾ വിളിച്ചു പറയുന്നു, രാക്കിളികൾ വിളിച്ചു പറയുന്നു. പ്രാണകാന്തന്റെ വരവ് വാതുക്കലായി വന്നുകൊണ്ടിരിക്കുന്നു. രാക്കിളികൾ വിളിച്ചു പറയുന്നു, ആമേൻ, വന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇനി എന്താ അല്ലേ? ഹല്ലേലൂയ. ആ കർത്താവ് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചെറുതല്ല, വലിയ കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ നമ്മൾ വരുമ്പോൾ അതിനകത്ത് ചില ദൂതന്മാരെ കുറിച്ച് അവിടെ കാണുന്നു. വായിക്കാൻ ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം മുതൽ 6-ാമത്തെ വാക്യം വരെ ഒന്ന് വായിച്ചാട്ടെ. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്. ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും. അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും. സ്ത്രീ ചെന്ന് ഭർത്താവിനോട് പറഞ്ഞത്, ഒരു ദൈവപുരുഷൻ എന്റെ അടുക്കൽ വന്നു. അവന്റെ ആകൃതി ഒരു ദൈവദൂതന്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു. അവൻ എവിടെ നിന്നെന്ന് ഞാൻ അവനോട് ചോദിച്ചില്ല. തന്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല. പേരൊന്നും പറയത്തില്ല. അന്നത്തെ സഹോദരിമാർ നല്ല പൂസാവുമായിരുന്നു, ഭയങ്കരമായിട്ട് വെള്ളം അടിക്കുമായിരുന്നു. ഇന്നും വലിയ കുഴപ്പമൊന്നുമില്ല. കിട്ടിയാൽ എപ്പോൾ അടിച്ചത് കേട്ടാൽ ശ്രോത്രം, ഭയങ്കരമായിട്ട് പൂസാവും. അടിച്ചങ്ങ് പൂസായി ജോറായി കിടന്നിട്ട് പറയാ, ദൂതം പറയാ, നീ വെള്ളം അടിക്കരുത്, നിർത്തിക്കോ. നീ അടി നിർത്തിയാൽ നിനക്ക് ഞാൻ നന്മ തരും. കർത്താവേ, അത് മാത്രം നീ പറയരുതെന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ പറ്റില്ല, ആടി നിർത്തിക്കോ, ചിലത് തുറക്കാൻ പോയാ ദൈവം. ആടിച്ചങ്ങ് പൂസായെന്ന് പണ്ടത്തെ ആൾക്കാർ പാടുന്നത് പോലെ ആമേൻ, അങ്ങനെയല്ല ഇവിടെ ദൂതൻ പറഞ്ഞത്. ആഘോരിമാരൊക്കെ വെള്ളം അടിക്കുന്നേ, ഭയങ്കര അടിയാ. തുടങ്ങിക്കഴിഞ്ഞാൽ ചിലരുടെ കൂടെ ഇരുന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആടിയുടെ പൂരമായിരിക്കും. വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ ബാധിപ്പ് വരുന്ന അടിക്കും. സ്തോത്രം. അത് കർത്താവിൻ്റെ ദൂതനറിയാം. നീ ഇവിടെ നിന്ന് ഇറങ്ങിച്ച് പോകരുത്, നീ മച്ചിയായിരിക്കണമെന്ന് പറഞ്ഞതിന്റെ മുമ്പിൽ നിനക്ക് ഞാൻ നന്മ തരാൻ പോകുകയാ. സ്തോത്രം. എല്ലാവരും നോ എന്ന് പറഞ്ഞു, വൈദ്യശാസ്ത്രം നോ എന്ന് പറഞ്ഞു, വ്യക്തികൾ നോ എന്ന് പറഞ്ഞു, കുടുംബക്കാർ ചർച്ചക്കാർ ഇനി നടക്കില്ല എന്ന് പറഞ്ഞു, എല്ലാവരും മാറ്റി നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി ദൂതൻ പറയുന്നു, നീ നിന്റെ ഭർത്താവിനോട് പോയി പറ, ആമേ, നിനക്ക് നന്മ ലഭിക്കാൻ പോകുന്നു. നീ ഒന്ന് ഒരുങ്ങ്, ഒന്ന് ഷടകുടഞ്ഞെണീക്ക്, ആമേ, വിടേണ്ടത് വിട്ടോ, ദാ നന്മ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ അവൾ അവിടെ നിന്ന് എണീപ്പാൻ തുടങ്ങി.
ഹല്ലേലൂയ. അവൾ എണീറ്റ് ഓടാൻ തുടങ്ങി. ഇന്ന് രാത്രി നീ ഓടിക്കോ, ഓട്ടം നിർത്തരുത്, തിരിഞ്ഞു നോക്കരുത്, നീ ഓടിക്കോ. ദൂതൻ നിന്റെ പിന്നാലെയല്ല, ദൂതൻ നിന്റെ മുൻപിലുണ്ട്. നിനക്ക് വഴികാട്ടാൻ ദൂതനുണ്ട്, നിനക്ക് വെളിച്ചം തരാൻ ദൂതനുണ്ട്. അവൻ നിത്യപ്രകാശമായിരിക്കും. ഇനി നിന്റെ ദേശത്ത് സാഹസം ഉണ്ടാകത്തില്ല, നിന്റെ അതിരിനകത്ത് രക്ഷയെന്ന് വരും. ഇനി അവിടെ ഒരു മത്സരങ്ങൾ ഉണ്ടാകത്തില്ല, അവിടെ ഇനി ആമേ സ്തോത്ര കണ്ണീരുണ്ടാകത്തില്ല, വിലാപങ്ങൾ ഉണ്ടാകത്തില്ല, നിന്ന ഉണ്ടാകത്തില്ല. അതിനകത്ത് നിന്നെ പുറത്തു കൊണ്ടുവരാൻ ഈ ദൂതന് കഴിയും. ഇവൻ നിന്നെ നടത്തുവാൻ ശക്തൻ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൂതൻ സ്ത്രീയോട് പറയുക, നീ വീഞ്ഞും മദ്യവും തുടരുത്. സ്തോത്രം, ആമേൻ. ഇപ്പൊ രണ്ടും ഉണ്ടായിരുന്നു. അന്ന് വീഞ്ഞും ഉണ്ടായിരുന്നു, പിന്നെ എന്തുണ്ടായിരുന്നു പറഞ്ഞേ? മദ്യമുണ്ട്. അന്ന് വലിയ ബിവറേജ് ഒന്നും ഇല്ലെങ്കിലും ഇവരൊക്കെ വാറ്റിന്റെ ഉസ്താദുകളാ. വാറ്റ് ഇവർ പണ്ടത്തെ വാറ്റാ. സ്തോത്രം, ആമേ. പണ്ട് എൻ്റെ നാട്ടിലൊരു കുട്ടമ്മ എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഉണ്ട്, കുട്ടമ്മ. സ്തോത്രം. അതെനിക്ക് ഭയങ്കര പേരെനിക്കറിയാം. എൻ്റെ അപ്പൻ അവിടെ പോയാൽ വെള്ളം അടിക്കുന്നത്. സ്തോത്രം. ഇവർ വാറ്റിനടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ പോവും. ഇവർ വേറെ ഒന്നും എടുത്തില്ല, ചെറിയ ചെറിയ പരിപാടിയൊക്കെ ആയിരിക്കാം. പക്ഷെ അത് എന്ത് നിങ്ങൾ ചോദിക്കേ. പിന്നെ ഞാനും അവിടെ പോയി വെള്ളം അടിച്ചു. അപ്പം അടിച്ചതല്ലേ. സ്തോത്രം. ഞാനും അവിടെ നിന്ന് ഓപ്പൺ ചെയ്തേ. പ്രൈസല്ലോ. കുട്ടമ്മ ആൻറ്റീൻ്റെ അടുത്തുനിന്നാ. അപ്പം ചത്തല്ലോ. പിന്നെ അവിടെ പോയി ഓപ്പൺ ചെയ്തു. കുറെ നാളങ്ങ് അടിച്ചു. സ്തോത്രം. പൂസാകത്തില്ല, എപ്പോഴടിച്ചാലും വീട്ടിൽ എത്തും. പ്രൈസല്ലോ. ആമേ. അന്ന് നമ്മുടെ വീടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിശാലമാ. ചാരി ഇരുന്ന് കഴിഞ്ഞാൽ പൊത്ത് വെളിയിൽ പോയി വീഴും. പ്രൈസല്ലോ. ഭയങ്കര ഉറപ്പുള്ള വീടുകളാ. അപ്പോൾ ഇവിടെ ദൂതൻ വന്ന് പറയുക, നീ ഒരു കാര്യം ചെയ്യ്, ഒന്ന് വായിച്ചാ, ഒന്നുകൂടെ വായിച്ച് ആ വാക്യം ഒന്നുകൂടെ വായിച്ച്, ഒന്നുകൂടെ നിർത്തി ഒന്ന് വായിച്ച് 3-ാമത്തെ വാക്യം. ആ സ്ത്രീക്ക് യഹോവയുടെ ദൂതൻ പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത്, നീ മച്ചിയല്ലോ, പ്രസവിച്ചിട്ടുമില്ല, എങ്കിലും നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, വീഞ്ഞും മദ്യവും കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. മതി. ആകയാൽ നീ സൂക്ഷിക്കുക. സഹോദരിമാരടുത്ത് പ്രത്യേകം പറയാം, സൂക്ഷിക്കുക. ഇനി വെള്ളം അടിക്കരുത്. നന്മകൾ തുറക്കാൻ പോകാ ദൈവം. തങ്ങന്മാരുടെ അടുത്ത് പ്രത്യേകിച്ച് പറയാ, വെള്ളം അടിക്കരുത്, നിർത്തിക്കൊള്ളണം. വാറ്റി കൊടുക്കുന്ന പരിപാടിയൊക്കെ നിർത്തി സൂക്ഷിക്കുക. ദൈവദൂതൻ വിളിച്ചു പറയുക, സൂക്ഷിക്കുക. ദൂതനകത്തു നിന്ന് പറയുക, ആ കോട ഉണ്ടാക്കുന്ന കലത്തിനടുത്ത് നിന്ന് പറയാ, സൂക്ഷിക്കുക, ഇനി ഇതിൽ കോട കലക്കരുത്. ഇവിടെ ബീട്രൂട്ടിനകത്ത് വീഞ്ഞ് കുടിക്കുന്ന ആൾക്കാരുണ്ട്. കൈവെക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. ഒരു ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനെ വീഞ്ഞാക്കും പാസ്റ്റേ. കുട്ടമ്മ ആൻറ്റിക തോറ്റുപോകും. പ്രൈസലോ. ശക്തിയേറിയ വാറ്റുള്ള ആൾക്കാരുണ്ട്. ഇന്ന് രാത്രി സൂക്ഷിക്കുക, വാറ്റ് നിർത്തിക്കോ. നന്മ പ്രാപിക്കാൻ പോകുന്ന തലമുറ നന്മ പ്രാപിക്കാൻ പോകുന്നു. സ്തോത്രം. നമുക്ക് ചിലപ്പോൾ ചിരി വരാം. ഇതിനകത്തുള്ള ദൂത് നിർത്തിക്കോ. തലമുറ ദൂത് പ്രാപിക്കാൻ പോകുക. ഇന്ന് രാത്രി ചിലരുടെ ദൈവാത്മ പറയുന്നു, കഴിഞ്ഞ ദിവസം ദൈവാത്മാവിനോട് ചില തലമുറകൾ പ്രാപിക്കാൻ പോകുക. ആമേ. ഇന്ന് രാത്രി തലമുറയ്ക്കായി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിനകത്തിരിപ്പുണ്ട്. ദൈവാത്മ പറയുക, തലമുറകൾ നീ പ്രാപിക്കാൻ പോകുന്നു. ഈ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. പ്രാർത്ഥനയിൽ മടുത്തു പോകാതിരിക്കുക. പ്രാർത്ഥിക്കാത്തവനെ സാത്താന് വേണ്ട, പ്രാർത്ഥിക്കുന്നവനെയാണ് വേണ്ടത്. പ്രാർത്ഥിക്കാത്തവന് വേണ്ട, പ്രാർത്ഥിക്കുന്നവനെ ശത്രുവിന് വേണം. അവന്റെ പ്രാർത്ഥന തകർക്കണം, അവനെ തകർത്ത് കളയണം. വാക്കുകളിൽ കൂടെയും പ്രവൃത്തിയിൽ കൂടെയും ഒതുക്കിക്കളയണം. ഇത് അവന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് നീ സൂക്ഷിക്കുക, വഴി വിട്ടുകളയരുത്. വഴിയിൽ ദൂതനുണ്ട്, നീ സൂക്ഷിച്ചു പോ. വഴി നിനക്കുള്ളതാകുന്നു. ഈ വഴി നല്ല വഴിയാ. ഇത് തെളിക്കുന്നത് മറ്റാരുമല്ല, ഇത് ഗബ്രിയേൽ ദൂതനാ. ആമേ. നിന്റെ ബാക്കിൽ മീഖായേലുണ്ട്. നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യാൻ മറ്റ് ദൂതന്മാരുണ്ട്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നീ പ്രാർത്ഥിക്കുക, സൂക്ഷിക്കുക. ദൈവം നിന്റെ വഴിയെ സഫലമാക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഫലമാക്കാൻ പോകുക. പുറപ്പാട് പുസ്തകം 23:20 പറയുന്നു, നിന്റെ യാത്രയിൽ ഒരു ദൂതനുണ്ട്. നിന്റെ യാത്രയിൽ നിനക്കൊരു ദൂതനുണ്ട്. ഞാൻ നിനക്കൊരു ദൂതൻ അയക്കുന്നുണ്ട്. 23:20
ഞാൻ നിന്റെ മധ്യേ ഒരു ദൂതനെ അയക്കുന്നുണ്ട്. ദാനിയേൽ 10 പറയുന്നു, അവൻ കണ്ട ദർശനം, ഓ ഹിമം പോലെ വെളുത്ത പഞ്ഞിമുടി പോലെയുള്ള ഒരു മനുഷ്യൻ അവൻ നിപ്പുണ്ട്. സ്തോത്രം. എനിക്കവനെ കാണാം. തലമുടിയെല്ലാം നല്ല ഹിമം പോലെ വെളുത്തത്, നല്ല പഞ്ഞി പോലെ. സ്തോത്രം. അവന്റെ കണ്ണുകൾ അഗ്നി ജ്വാലക്കൊത്ത കണ്ണുകൾ. എനിക്കവനെ കാണാം. പ്രൈസ് ദി ലോർഡ്. 12-ാം അധ്യായം പറയുന്നു, ഞാൻ അവനെ കണ്ടുകൊണ്ടിരിക്കുക, വേദനകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കണ്ടപ്പോൾ എന്നോട് പറയാം, നിവർന്നു നിൽക്കുക മനുഷ്യപുത്ര, നിവർന്നു നിൽക്ക്. പ്രൈസ് ദി ലോർഡ്. നിവർന്നു നിൽക്ക്. എനിക്ക് ബലമില്ലാതായി, എന്റെ ബലം നഷ്ടപ്പെട്ടു. 9, എന്റെ ബലം നഷ്ടപ്പെട്ടു പോയി. 8, അവൻ അവിടെ നിന്നത് പൊക്കിയെടുക്കുക. ഇന്ന് രാത്രി ചിലർ ദൈവാത്മാവ് പൊക്കിയെടുക്കുക കേട്ടോ. ചില ദൗത്യത്തിന് വേണ്ടി ഏൽപ്പിക്കുക. ഇന്നലകൾ ഇതൊരു ദേശത്ത് ഈ ദൗത്യം ആരെ ഏൽപ്പിക്കും? ദൈവാത്മാവിന് രാത്രി ദൂത് പറയുന്നു, നീ ഇരിക്കുന്ന ദേശം, നീ ഇരിക്കുന്ന പട്ടണം നിനക്ക് അനുകൂലമല്ലെങ്കിലും ഇന്ന് രാത്രി ദൈവം വിളിച്ചു പറയുന്നു, ദൈവം ചില കൃപാവരങ്ങളുമായി നിങ്ങളുടെ പട്ടണത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. റെസ്റ്റോറന്റ് കാറുകൾ നടക്കുന്നതും വലിയ വലിയ വീടുകൾ വയ്ക്കുന്നവരെ വീടുകളിലൊക്കെ കർത്താവ് കയറി ചെന്നു, ദൂതൻ കയറി ചെന്നു. ഒന്നിനെയും കണ്ടുകിട്ടിയില്ല. അപ്പോഴാ മുറ്റത്തിരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അവനോട് പറയാ, എണീക്ക്. പ്രൈസ് ദി ലോർഡ്. അവൻ എണീറ്റു. ആമേൻ. നിലം വരെ കുനിഞ്ഞു. അസാരം വെള്ളം കൊണ്ടുവന്നു. ദൂതന്മാരുടെ കാൽ കഴുകി അവിടെ ഇരുത്തി. ഇന്ന് രാത്രി ദൈവത്തിന്റെ ദൂതൻ ആമേൻ വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ ആമേൻ നോക്കുന്നത്. എന്റെ കർത്താവിന്റെ ശുശ്രൂഷ ഏൽപ്പിക്കാൻ, പ്രാഗൽഭ്യത്തോടെ ചില വ്യക്തികളെ ഏൽപ്പിക്കാൻ ഇന്ന് രാത്രിയും ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ഞാൻ വെളിപ്പാടാൽ കാണുന്നു. ആര് ഏറ്റെടുക്കുമോ അവരെ കൂടെ ദൈവം ചില മണ്ഡലങ്ങളിലേക്ക്, ചില സഭകളിലേക്ക്. ഓ റിബലബ ശംഭപാരികൾ കനാ ചൂടപരാജകൾ കനാദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പണ്ട് കാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നേക്ക് ഒരു 30 വർഷം ബാക്കിലോട് ചിന്തിക്കുമ്പോൾ സ്തോത്രം അവൾ കർത്താവിനെ അറിയുന്ന സമയത്തൊക്കെ അന്ന് സ്തോത്രം സന്യാസി പാസ്റ്റർമാര്. എന്താ പാസ്റ്റർ അങ്ങനെ പറയുന്നത്? സന്യാസി പാസ്റ്റർമാരാ, നല്ല കൃപാവരമുള്ളവരാ. സ്തോത്രം അവര് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നവരാ. അവരുടെ വസ്ത്രധാരണ എന്ന് പറഞ്ഞാൽ സ്തോത്രം ഇഴകളില്ലാത്ത വസ്ത്രം എന്ന് പറഞ്ഞാൽ തുന്നലില്ലാത്ത വസ്ത്രം. ഒരു സൈഡ് കൊണ്ട് അവരെ നഗ്നത മറച്ച് അടുത്ത സൈഡ് കൊണ്ട് സഹോദരിമാരെ സാരി ഉടുക്കുന്നത് പോലെ ഇങ്ങനെ മറച്ചു നടക്കുന്ന സന്യാസി ഉപദേശിമാരുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. അവരൊക്കെ അത്ഭുതങ്ങളെ ചെയ്തവരാ. സത്യവചനത്തിന് യഥാർത്ഥമായി നിന്ന ഒത്തിരി സിനഗോഗുകൾ പണിത പൗലൂസിന്റെ കാലഘട്ടങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതുപോലെയുള്ള ചില അഭിഷക്തന്മാർ ജീവിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടത്തിലൊക്കെ പി.ഡി. ജോൺസൺ പാസ്റ്റർ കാലഘട്ടം, ആശാരി ഉപദേശിച്ച കാലഘട്ടം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സാധു കൊച്ചു ഉപദേശിച്ച കാലഘട്ടം. ഇവിടെയൊക്കെ നോക്കൂ, പഴയ കാലത്തിലെ അഭിഷക്തന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ ഇപ്പോൾ ആശ്രമത്തിൽ പാസ്റ്റർ മാത്രമാണ് പഴയ കാലത്തിൽ അഭിഷക്തനായിട്ടുള്ളത്. ഇന്ന് രാത്രി മറന്നു പോകരുത്. അന്നത്തെ അഭിഷക്തന്മാർ ധരിച്ച വസ്ത്രം, അന്നും വേർപാട് വിശുദ്ധിയിൽ നിന്ന് വസ്ത്രം ധരിച്ചത് അന്ന് ആശാരി ഉപദേശികൾ പോലെയുള്ള ഒത്തിരി സന്യാസിമാരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു അലങ്കാരമാണ്. Praise the Lord. Hallelujah. Praise the Lord. കിലോമീറ്ററുകൾ നടന്ന വിശർപ്പിന്റെ സ്മെല്ലുകൾ, കിലോമീറ്ററുകൾ സഞ്ചരിച്ച അവരുടെ കാൽപാദങ്ങൾ, എവിടെയെല്ലാം ഏതൊക്കെ രാജ്യത്തൂന്നിട്ടുണ്ടോ അവിടെയെല്ലാം ഗംഭീരമായും ആഡംബരമായിട്ടുള്ള ബൈബിൾ പറയുന്നത് പോലെ ശൃംഗാര ഗോപുരങ്ങൾ ഉയർന്നിട്ടുണ്ട്. ആഡംബര ഭവനങ്ങൾ ഉയർന്നു. ആഡംബര വാഹനങ്ങൾ വന്നു. തലമുറകളെല്ലാം ദൈവം അമേരിക്കയും പല രാജ്യത്തും അയച്ചു. എന്താ കാര്യം? ആ കാലഘട്ടത്തിൽ വസ്ത്രത്തിന് വില കൊടുക്കാതെ ആഡംബരമില്ലാതെ ജീവിച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന ആയിരക്കണക്കിന് അഭിഷക്തന്മാരുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് രാത്രി സ്തോത്രം ഒരു കാര്യം വിളിച്ചു പറയാൻ കേട്ടോ. കൃപാവരങ്ങൾ ആരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് കർത്താവ് നോക്കി നടക്കുകയാ. ഏൽപ്പിച്ചുകൊണ്ട് അവിടെ പൗലോസ് പറയുന്നില്ലേ, അടിയനിതാ സമർപ്പിക്കുക, എന്നെ അയക്കണമേ എന്ന് പറഞ്ഞ് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം
ദൈവം അവനെ കഴുകിയെടുത്ത് 2 കപ്പലുള്ളവനാ, ആമേ സാമ്പത്തികത്തിൽ കുറവില്ലാത്തവനാ, ആമേ എല്ലാം ഉള്ളവനാ. അവനെ കഴുകി പുറത്തെടുത്ത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായി അവനെ തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രിയിലും ദൈവകുഞ്ഞെ, ദൂതൻ നിന്നോട് സംസാരിക്കുന്നു. നിന്നെ ഇപ്പോൾ കളിയാക്കുന്നവർ, നിന്നെ ഇപ്പോൾ പരിഹസിക്കുന്നവർ, ഇപ്പോൾ നിന്നെ കൂട്ടിയടുപ്പിക്കുന്നവർ, ഇപ്പോൾ നിന്നെ മാറ്റി നിർത്തുന്നവർ, ഇപ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തുന്നവർ, ഇപ്പോൾ നിന്നെ ലജ്ജിപ്പിക്കുന്നവർ, ഇപ്പോൾ നിന്നെ പരിഹസിക്കുന്നവർ, നിന്നെ ഒരു ഫംഗ്ഷൻ വെച്ച് കാണുമ്പോൾ നിന്നെ പുച്ഛത്തോടെ നോക്കുന്നവർ, അവരുടെ മുമ്പിൽ ദൈവം നിന്നെ മാനിക്കുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് നിന്നെ മാനിപ്പാനുണ്ട് കേട്ടോ. എൻ്റെ ദൈവത്തിന് നിന്നെ ഉയർത്തുവാനുണ്ട്. എൻ്റെ ദൈവത്തിന് നിന്നെ അനുഗ്രഹിപ്പാനുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. അടുത്തൊരു വേദാംശത്തിലേക്ക് ശ്രദ്ധയെ തിരിക്കുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വായിക്കാം ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാമത്തെ അധ്യായം. ആമേൻ. അതിൻ്റെ 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം, അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കാം. 13-ാം അധ്യായം 15-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം, അതിൻ്റെ 17-18 വാക്യങ്ങളിലേക്ക് വരുന്നു. ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. മനോഹ യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഒരു കോലാട്ടിൻകുട്ടിയെ നിനക്കായി പാകം ചെയ്യും വരെ നീ താമസിക്കണമെന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ മനോഹയോട്, നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ആഹാരം കഴിക്കുകയില്ല. ഒരു ഹോമയാഗം കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ ദൂതനെന്ന് മനോഹ അറിഞ്ഞിരുന്നില്ല. മനോഹ യഹോവയുടെ ദൂതനോട്, നിന്റെ വചനം നിവൃത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു. യഹോവയുടെ ദൂതൻ അവരോട്, എന്റെ പേർ ചോദിക്കുന്നത് എന്ത്? അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ മനോഹ ഒരു കോലാട്ടിൻകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. മനോഹയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു. മതി. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ അറിയാൻ കഴിയുന്ന, ദൂതന്മാര് മനോഹയുടെ അടുത്ത് വന്ന് ചോദിക്കുക. ആമേൻ. അവളുടെ പേര് വരെ ചോദിച്ച് മനസ്സിലാക്കുക. ഇന്ന് രാത്രി ദൈവവൈതലേ, ആമേൻ, സ്തോത്രം. നിന്റെ പേര് ചോദിക്കാൻ ദൂതൻ നിന്റെ വീട്ടിൽ വരികയാണ്, നിന്നെ ഒന്ന് പരിചയപ്പെടാൻ. ഹല്ലേലൂയ, ആമേൻ. നിന്നെ പലപ്പോഴും മുഖത്ത് പോലും നോക്കി സംസാരിക്കാൻ അറച്ചു നിൽക്കുന്നവരുടെ നടുവിൽ ദൈവം നിന്നെ, ആമേൻ, ദൂതൻ നിന്നെ പുകഴ്ത്താൻ പോകുകയാ. സ്തോത്രം. പലപ്പോഴും നിന്നെ മാറ്റി നിർത്തുന്നവരുടെ നടുവിൽ, പലപ്പോഴും നിന്നെ ഒറ്റപ്പെടുത്തുന്നവരുടെ നടുവിൽ, എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ദൈവകുഞ്ഞ് ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുന്നു, ഇല്ല. ആമേ, സ്തോത്രം. നിന്നോട് സംസാരിക്കാൻ ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് വേണ്ടി അയക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇവിടെ മനോഹ യഹോവയുടെ ദൂതനോട്, ഞങ്ങൾ ഒരു കോലാട്ടുകുട്ടിയെ നിനക്കായി പാകം ചെയ്ത് വരാം, അവൻ നീ താമസിക്കണമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്റെ ആഹാരമൊന്നും കഴിക്കാൻ വന്നതൊന്നുമല്ല കേട്ടോ എന്ന് പറഞ്ഞ് അവിടെ ഒരു അടുത്ത് നോക്കിയേ. യഹോവയുടെ ദൂതൻ മനോഹയോട്, നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ആഹാരം കഴിക്കുകയില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും അവൾക്ക് ആമേൻ അനുവദിക്കുന്നില്ല. ദൂതനാണെന്നറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ വന്നതാരാ? ആ കാലഘട്ടത്തിൽ ദൂതന്മാരെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൂതന്മാര് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അവര് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഫേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമൈതലേ, ഞാൻ നിങ്ങളുടെ അടുത്തിരിക്കുന്നത്, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത്, ഞാൻ കിടന്ന സെല്ലിനകത്ത് ദൂതൻ ഇറങ്ങി വന്നതുകൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ എൻ്റെ ജീവിതത്തിൽ ആ മനുഷ്യനെ കണ്ടിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ആ മനുഷ്യനെ പിന്നെ കണ്ടിട്ടില്ല. തേടി, ഒരുപാട് തേടി, പക്ഷെ കണ്ടിട്ടില്ല. കാരണം ഇന്ന് രാത്രി നീ വിടുവിക്കപ്പെടണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്ലാൻ ആണെങ്കിൽ, അതിന് എത്ര ഇരുമ്പഴിക്കകത്ത് നിന്നെ അടച്ചിട്ടാലും, എത്ര ലോക്കോണ്ടിനെ ബന്ധിച്ച് ലോക്കിട്ടാലും, എന്റെ ദൂതൻ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് യഹോവയായ ദൈവം പറഞ്ഞെങ്കിൽ, ഇന്ന് രാത്രി അനുഭവത്തോടെ ഇരിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കേ, ആഹാരം കഴിക്കുകയില്ല,
ഒരു ഹോമയാഗം ആമേൻ കഴിക്കുമെങ്കിൽ അത് യഹോവയ്ക്ക് കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞില്ല. ശ്രദ്ധിക്കണം. അപ്പോൾ അവളുടെ അടുത്ത് നിന്ന് ആരാ? ഒരു ദൂതനാ. ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ഒരു ദൂതനെ പോലെ ചിലരെ ദൈവം അയക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ കഷ്ടത കണ്ട് 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 കണ്ണുനീര് കണ്ട് 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 ആമേൻ നിന്നെ ആമേൻ സ്തോത്രം വേദനിപ്പിക്കുന്ന വേദന കേട്ട് 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 നീ പുലമ്പുന്ന വാക്കുകൾ കർത്താവ് കേട്ട് കേട്ട് ദൂതനെ അയക്കുകയാ നിന്റെ അടുത്ത്. സ്തോത്രം. ആമേൻ. നോക്കൂ, 17 വാക്യം പറയുന്നു, ആമേൻ, മനോഹ യഹോവയുടെ ദൂതനോട് നിന്റെ വചനം നിവർത്തിയാകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതിന് നിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. നിനക്ക് നന്മ കിട്ടും, ബഹുമാനിക്കണ്ടേ? നിനക്കൊരു പേര് തരണ്ടേ? ഇന്ന് രാത്രി നിന്നെ പേര് ചോദിച്ച് വീട്ടിൽ വരും. കർത്താവിന്റെ ദൂതൻ ആരാ? ആമേൻ. കർത്താവിന്റെ ദൂതന്റെ പവർ എന്താ? കർത്താവിന്റെ ദൂതന്റെ ശക്തി എന്താ? ആമേൻ. നീ ഏത് പട്ടണത്തിൽ അഭിഷത്തിലെ നിങ്ങളായിരുന്നാലും നിങ്ങളെ മാനിക്കുമെന്ന് പറഞ്ഞാൽ, ആമേൻ, ഉദരം മുതൽ മാനിക്കാമെന്ന് പറഞ്ഞാൽ അവൻ മാനിക്കുന്ന ദൈവം തന്നെ. ആമേൻ. ഹല്ലേലൂയ. 18 വാക്യം പറഞ്ഞ യഹോവയുടെ ദൂതൻ അവനോട് എന്റെ പേർ ചോദിക്കുന്നത് എന്ത്? അത് അതിശയമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെ മനോഹ ഒരു കോലാട്ടുകുട്ടിയെയും ഭോജനയാഗത്തെയും കൊണ്ടുവന്ന് ഒരു പാറമേൽ യഹോവയ്ക്ക് യാഗം കഴിച്ചു. മനോഹയും ഭാര്യയും ആമേൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു. ഒരു അതിശയം പ്രവർത്തിച്ചു. സ്തോത്രം. ഏതാ അതിശയം എന്നറിയാമോ? 20 വാക്യത്തിലേക്ക് വരുമ്പോ, അഗ്നിജ്വാല യാഗപീഠത്തിന്റെ മേൽ നിന്ന് ആകാശത്തിലേക്ക് ആമേൻ പൊങ്ങിയപ്പോൾ യഹോവയുടെ ദൂതൻ യാഗപീഠത്തിന്റെ ആമേൻ ജ്വാലയോട് കൂടി കയറിപ്പോയി മനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വീണു. ഇന്ന് രാത്രി വന്നത് മറ്റാരുമല്ല, കെപ്പില്ലാത്തവനല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങളുടെ ഭവനത്തിൽ വന്നത് കെപ്പില്ലാത്തവനല്ല. ആമേൻ. നിങ്ങളുടെ ഭവനത്തിൽ വന്നത് കാര്യങ്ങൾ ചെയ്യാൻ അറിയാത്തവനല്ല. എല്ലാ കാര്യങ്ങളും അറിഞ്ഞാ വന്നിരിക്കുന്നേ. എല്ലാ കാര്യവും അറിഞ്ഞാ വന്നിരിക്കുന്നേ. എനിക്ക് നിന്റെ ഡീറ്റെയിൽ മൊത്തം അറിയാം. നിന്റെ ജാതകം മുഴുവനും ദൂതൻ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പോലെ ആധാർ കാർഡൊന്നും അന്നില്ലല്ലോ, റേഷൻ കാർഡൊന്നും അന്നില്ലല്ലോ, തിരിച്ചറിയൽ കാർഡൊന്നും അന്നില്ലല്ലോ, ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലല്ലോ. ഒരു കാര്യം പറയട്ടെ സ്നേഹത്തോടെ, നിന്നെ തേടി വരുന്ന ഒരു ദൂതനുണ്ടെന്ന് രാത്രി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഇതിനകത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ കുഞ്ഞേ, ആമേൻ, മനോഹേ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനും അവന്റെ ഭാര്യയും സന്തോഷത്തോടെ ആമേൻ നിൽക്കുമ്പോഴാണ് ഒരു അതിശയം കണ്ടത്. യഹോവയുടെ ദൂതൻ മനോഹയെയും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ആ ഭാഗം ഞാൻ വായിച്ച് കുറച്ചുപേര് ധ്യാനിച്ചപ്പോൾ എനിക്ക് വന്ന ഒരു ചിന്ത, എൻ്റെ മനസ്സിനകത്ത് വന്നൊരു ചിന്ത, പേര് പറഞ്ഞിരുന്നെങ്കിൽ ഹല്ലേലൂയ അവർ ഈ അതിശയം കാണത്തില്ലായിരുന്നു. ഇന്ന് രാത്രി സ്തോത്രം, ഞങ്ങൾ ആരാണെന്ന് നിനക്ക് ഞാൻ വെളിപ്പെടുത്തരാൻ പോകുകയാ. ദൈവമൈതലേ, നിന്നെ ഇപ്പോൾ ഞെരുക്കുന്നവരുടെ മുമ്പിൽ ദൈവദൂതൻ ആരെന്ന് തെളിയിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അന്ന് കല്ലും നെല്ലും തെളിയിക്കുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അതിനായി ആമേ നീ വെയിറ്റ് ചെയ്തോ. ആമേ സ്തോത്രം. ഇന്ന് രാത്രി ദൈവാത്മാവ് തെളിയിച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരുന്ന ദിവസമുണ്ട്. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഈ ആമേ സബ്ജക്റ്റ് തീരും മുൻപേ ദൂതൻ നിന്റെ ഭവനത്തിന് ചുറ്റും ഇറങ്ങി, പാളയം ഇറങ്ങി, ഒരു പട്ടാളം പോലെ ഇറങ്ങി നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് മനോഹയും തന്റെ ഭാര്യയെയും ആമേ അവർ കാണിച്ചു കൊടുത്തു. ഇതാണ് ഞങ്ങളുടെ പവർ.
ശമനപരകതുനി വൈടകരാജകൾക്കനാദി. ഇതാ എന്റെ പവർ, കണ്ടോ? ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി ദൈവവൈതലേ, നിങ്ങൾ ദൂതനെ കണ്ടിട്ടുണ്ടോ? ആമേൻ. നിങ്ങൾ ദൂതനെ കണ്ടിട്ടുണ്ടോ? ഇന്ന് രാത്രി ആമേൻ ദൈവാത്മാവിൽ ചോദിക്കുക, നിങ്ങൾ ദൂതനെ കണ്ടിട്ടുണ്ടോ? എന്നാൽ ആ ദൂതൻ എങ്ങനെ ഇരിക്കും? ആ ദൂതൻ ഒരു മനുഷ്യനെ പോലെ തന്നെ ഇറങ്ങി വരും നിങ്ങളുടെ അടുത്ത്. ഒരു മനുഷ്യനെ പോലെ പറയാറില്ലേ, നമ്മൾ പറയാറില്ലേ, ഒരു ദൂതനെ പോലെ ഒരു മനുഷ്യൻ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്നു. അവിടെ കിടന്നപ്പോൾ ആരും കണ്ടില്ല ഞങ്ങളെ. ഒരു ദൂതനെ പോലെ. യെസ്, യെസ്, ഒരു ദൂതനെ പോലെ എന്നെ വണ്ടി ഇടിച്ച് ഒരു ഓടയ്ക്കകത്തേക്ക് ഇടുമ്പോൾ, സ്തോത്രം, ഒരാളും അവിടെ ഇല്ലായിരുന്നു. ഒരു വണ്ടിയല്ല ഇടിച്ചത്, ഒരു വണ്ടി ബാക്കിലിടിച്ചു, അടുത്ത വണ്ടി, എന്റെ വണ്ടി പോയി വേറൊരു വണ്ടിയിൽ ഇടിച്ചു, ആ വണ്ടി പോയി വേറൊരു വണ്ടി ഇടിച്ചു. ഇവരെല്ലാരും വിചാരിച്ചു ഞാൻ ചത്തെന്ന് വിചാരിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഒരു ദൂതനെ പോലെ ഒരു മനുഷ്യൻ എന്നെ വന്ന് പൊക്കിയെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മറ്റാരുമല്ല, ദൈവത്തിന് എന്നെ കുറിച്ച് എന്തോ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിൽ നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ആമേൻ, ഏത് പ്രയാസം നേരിട്ടാലും തന്റെ ഭക്തന്മാരെയും ഭക്തമാരെയും ആമേൻ സൂക്ഷിപ്പാൻ ദൈവം തന്റെ ദൂതനെ കാവലാക്കി ഇറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ആത്മാവിന്റെ തീ ഇന്ന് രാത്രി ആരൊക്കെ പ്രാപിക്കുകയാണ്? അന്ത്യകാലത്തിലെ സംഭവങ്ങൾ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ദൈവസഭ ചടകുടഞ്ഞെണീക്കേണ്ട സമയമായി. വിശ്വാസ കുടുംബങ്ങൾക്കകത്ത് ആരാധനകൾ ഉയരേണ്ട സമയമായി. ഇതുപോലെ പോരാ, ഒരു ചടങ്ങ് പോലെയുള്ള ആരാധന അല്ല വെളിപ്പെടേണ്ടത്. തീയുടെ ആരാധന വെളിപ്പെടണം. ആമേൻ. അഭിഷേകത്തിന്റെ ദൂതന്റെ ആരാധന വെളിപ്പെടണം. ആ ആരാധനയ്ക്ക് ത്തേക്ക് ജനത്തെ നയിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വരും. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അവർക്കറിയില്ല. അവർ പറയുക, ദൈവത്തിന്റെ ദൂതന്മാരെ കണ്ടാൽ മരിച്ചു പോകുന്നല്ലേ പറഞ്ഞത്. നമ്മൾ മരിച്ചു പോയില്ലല്ലോ. അവർ തമ്മിൽ അങ്ങോട്ട് തൊട്ടു നോക്കുക. കുഴപ്പമില്ലല്ലോ ചേട്ടാ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എടി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. ഈ ദൂതൻ നിന്നെ കൊല്ലാൻ വന്നതല്ല, നിന്റെ കുറവിനെ പരിഹരിക്കാൻ വന്നതാ. ഹല്ലേലൂയ. ഈ ദൂതൻ നിന്റെ കുറവിനെ പരിഹരിക്കാൻ വന്നതാ. ശമനപരകതുനി. ഈ ദൂതൻ നിന്റെ കുടുംബത്തിലേക്ക് ഈ സാന്നിധ്യം വന്നാൽ നീ ഒരിക്കലും തകർന്നു പോകത്തില്ല. നിന്നെ പണിയാൻ വന്നതാ, നിന്റെ കുറവിനെ പണിയാൻ വന്നതാ. നിന്റെ ഇല്ലായ്മകളെ, നീ എന്തിനാ ഭാരപ്പെടുന്നത്, അതിലൊന്ന് പരിഹരിക്കാൻ ഈ ദൂതൻ ഇറങ്ങി വന്നിരിക്കുക. ഇന്ന് രാത്രി ദൈവമൈതലേ, നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൂതനുണ്ട് ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഈ ദൂതന് ആമേൻ, സ്തോത്രം, ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. രക്തത്താൽ ചെയ്യാം. ഈ ദൂതന്റെ പ്രത്യേകതയുണ്ട്. കരയുന്നവന്റെ കൂടെ ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ, ആമേൻ. കരയുന്നവന്റെ കൂടെ. ആമേൻ. കണ്ണീര് ആരും കണ്ടില്ലെങ്കിലും കേട്ടോ, ആരും കണ്ണീര് കണ്ടില്ലെങ്കിലും, ആമേൻ, സ്തോത്രം, ആമേൻ, ശത്രുവിന്റെ തലമുറയെ നിനക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദിനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശത്രുവിന്റെ തലമുറയെ ദാവീദിന് വേണ്ടി ഉപയോഗിച്ച ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി, ഹല്ലേലൂയ, ശത്രുവിന്റെ തലമുറയെ കൊല്ലുമെന്ന് പറഞ്ഞ് പിറകെ നടക്കുന്നവന്റെ തലമുറയെ ദാവീദിന് വേണ്ടി ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവ പൈതലേ, ആമേ, ചില സീസണുകൾ നിന്റെ നാട്ടിൽ, നിന്റെ ആമേ പട്ടണത്തിൽ ചില സീസൺ വെളിപ്പെടാൻ പോകുക. ചില തലമുറകൾ പുറത്തെടുക്കാൻ പോകുക. ആമേ, തലമുറകൾ, ആമേ, സ്തോത്രം, ചില ബലിപീഠങ്ങളെ തകർക്കാൻ പോകുക. ഇന്ന് രാത്രി ദൈവ പൈതലേ, ചില ദേശത്ത് ദൈവം ചില തലമുറകളെ ആമേ പുറത്തെടുക്കുന്ന നാഴിക വിദൂരമല്ല. ചില കെട്ടപ്പെട്ടതിനെ പൊട്ടിക്കാൻ ചില ദൈവാത്മാവ് പുറത്തെടുക്കുന്ന നാഴിക വിദൂരമല്ല. ജനം പ്രാർത്ഥിക്ക്. ആമേ, സ്തോത്ര, ജനം പ്രാർത്ഥിക്ക്. ആമേ, തലമുറകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ, തലമുറകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ചില ബലിപീഠങ്ങൾ തകരും. തലമുറകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ ചിലതിന് ദൈവം വെട്ടിക്കീറാൻ അധികാരം ഗിദെയോന് കൊടുത്തതുപോലെ ചില അധികാരം പ്രാപിച്ച തലമുറകളെ ദൈവാത്മാവ് ഈ സീസണിൽ ദൈവം പുറത്തു കൊണ്ടുവരും. മറന്നു പോകരുത്. ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചേ, അതിന് 21-ാമത്തെ വാക്യവും, ആമേൻ, അതിന് 21-ാമത്തെ വാക്യവും, പ്രൈസ് ദി ലോർഡ്, അതിന്റെ ആമേൻ 21-ാമത്തെ വാക്യവും അതിന്റെ 25-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. യഹോവയുടെ ദൂതൻ മനോഹയ്ക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല. അങ്ങനെ അത് യഹോവയുടെ ദൂതൻ എന്ന് മനോഹ അറിഞ്ഞു. സോരയ്ക്കും എസ്തായോലിനും മധ്യയുള്ള മഹനേദാനിൽ വെച്ച് യഹോവയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി.
ആമേൻ. ചിലപ്പോഴൊക്കെ നിന്നെ ഒന്ന് ആമേൻ ഒരു നിയോഗത്തോടെ പുറത്തു കൊണ്ടുവരാൻ, സ്തോത്രം, ദൈവാത്മാവ് ഇന്ന് രാത്രി ആരോടൊക്കെ ആലോചന പറയുന്നു, ഒരു നിയോഗത്തോടെ നിന്നെ പുറത്തു കൊണ്ടുവരാൻ. ശബനഭരകതുനി വൈഡകരാജകൽക്കനാദി ആമേൻ. നിന്നെ നിയോഗത്തോടെ കർത്താവ് പുറത്തു കൊണ്ടുവരാൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം ദൂത് പറയാം. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിന്റെ അഭിഷക്തയെ, ദൈവത്തിന്റെ അഭിഷക്തനെ, ദൈവത്തിന്റെ അഭിഷക്തയെ, ദൈവത്തിന്റെ അഭിഷക്തനെ, ആമേ, 2 പേരോട് ഇന്ന് രാത്രി ദൈവാത്മാവ് സംസാരിക്കുന്നു. ആമേ, 2 പേരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇന്ന് രാത്രി ഇടപെടുകയാ. ആമേ, ഒരു കാര്യം, ഒരു ദൂതോട്ട്, ആമേ, വചനത്തിലേക്ക് വരാം, വ്യക്തിയിലേക്ക് വരാം. ആമേൻ. ആമേ, കൃപാവര ഉണ്ട് എന്നറിഞ്ഞ് ഇവന് വേണ്ടി വലിയൊരു വാർപ്പുണ്ടാക്കി. സ്തോത്രം. വലിയൊരു വാർപ്പുണ്ടാക്കിയിട്ട് എണ്ണ നിറച്ചു. ആ വാർപ്പ് വയ്ക്കാൻ വേണ്ടി വലിയൊരു അടുപ്പുണ്ടാക്കി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രക്തത്താൽ ചെയ്യാം. ആമേൻ. ഈ എണ്ണ തിളച്ചപ്പോൾ യോഹന്നാനെ എടുത്ത് എണ്ണയ്ക്കകത്തിട്ടു. സ്തോത്രം, 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 സ്തോത്രം. ശുശ്രൂഷയുണ്ട് എണ്ണയ്ക്കകത്തെടുത്തിട്ടു. യവൻ എവിടെയാണോ വീണത് ആ എണ്ണയുടെ ശക്തി അവിടെ കുറഞ്ഞു. ആമേ, ചൂടിന്റെ ശക്തി കുറഞ്ഞു. യോഹന്നാൻ അവിടെ കിടന്ന് ആരാധിക്കുക. എന്നാൽ യവനെ എണ്ണയ്ക്കകത്തിട്ട് കൊല്ലാൻ ആമേ പറ്റില്ല എന്ന് കണ്ട് യവനെ എടുത്ത് ദൂരെ ദമസ്കോസിലേക്ക് എടുത്തെറിഞ്ഞു. സ്വോത്രം, 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 സ്വോത്രം. എടുത്ത് പുറത്തേക്ക് എറിഞ്ഞപ്പോൾ ഇന്ന് രാത്രി ചില വെളിപ്പാടുകൾ പുറത്തു വന്നു. ദൈവ പൈതലേ, നിന്നെ തീക്കകത്തൂടെ കടത്തിവിട്ടു. ശബലപരകതുനി വൈഡകരാജകൾ കനാദി. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ്, നീ ചാകില്ല എന്ന് കണ്ട് നിന്നെ അടുത്തൊരു തലത്തിലേക്ക് തൂക്കി എറിയുക. പക്ഷെ അവിടെ കിടന്ന് രാത്രി നീ ഫലം കായ്ക്കാൻ പോകുക. ശമനപരകതുനി വൈഡകരാജകൾ കനാദി. യേശുവിന്റെ നാമത്തിൽ ആമേ, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആമേ പല പ്രാവശ്യം നിന്നെ കെടുത്തിക്കളയാൻ, നിന്നെ തകർത്ത് കളയാൻ, നിന്നെ കെടുത്തിക്കളയാൻ, നിന്നെ ഒതുക്കിക്കളയാൻ ശത്രു പല പദ്ധതികളും ഒരുക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ. ചില കെടുതികൾ ഇന്ന് രാത്രി അബദ്ധമാക്കാൻ പോകുക ദൈവം. ചില കെടുതികൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അബദ്ധമാക്കി നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം പറയുന്നു, ശുശ്രൂഷ ഉള്ളവനെ എടുത്ത് തീക്കകത്തിട്ടാലും, അവനെ എടുത്ത് എണ്ണച്ചട്ടിക്കകത്തിട്ടാലും, അവനെ എടുത്ത് ആമേ, സ്തോത്രം, സിംഹത്തിന്റെ കൂട്ടിനകത്തെറിഞ്ഞാലും, അവനെ എടുത്ത് ബലിപീഠത്തിനെടുത്ത് വച്ചാലും, അവന്റെ നേരെ വാൾ ഓങ്ങിയാലും, അവനെ ഇന്ന് രാത്രി തമ്പുരാനെടുത്ത് അടുത്ത ശുശ്രൂഷയ്ക്കായി ഒരുക്കുന്ന രാത്രി എന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ഇന്ന് രാത്രി ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവകുഞ്ഞ്, നീ ആയിരിക്കുന്ന മരുഭൂമിയിലാണ്, നീ ഇപ്പോൾ ആയിരിക്കുന്ന മരുഭൂമിയിലാ. പക്ഷെ അവിടെ നിന്ന് നിന്നെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് നീ പുറത്തെടുക്കും. ആമേ, സ്തോത്ര. നീ ഇപ്പോൾ ആയിരിക്കുന്ന മരുഭൂമിയിലാ. ആ മരുഭൂമിയിൽ വെച്ച് നിന്നെ കൊന്നുകളയേണ്ടതാ. പക്ഷെ ആ മരുഭൂമിയിൽ നിന്നെ ആമേ കൊന്നുകളയാതെ നിന്നെ അയച്ച ബാധയെ ആ മരുഭൂമിയിൽ ദൈവാത്മാവ് അതിനെ ആമേ സംഗ്രഹിച്ചു.